കാട്ടാക്കട കേന്ദ്രമാക്കി ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സ്ഥിരം സേവനം ഏർപ്പെടുത്തണമെന്ന് കാട്ടാക്കട ബാർ അസോസിയേഷൻ. കോടതി സമുച്ചയത്തിന് 20 കോടിയിൽ പരം രൂപ അനുവദിച്ച സർക്കാരിനെയും കാട്ടാക്കട എം.എൽ.എ. IB സതീഷിനെയും അഭിനന്ദിക്കുന്നതായും അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി. പ്രസിഡന്റ് M. സുകുമാരൻ പണിക്കർ, സെക്രട്ടറി അലക്സ് ജേക്കബ്, ട്രഷറർ P. സതീഷ് കുമാർ എന്നിവരാണ് തങ്ങളുടെ ആവശ്യങ്ങൾ CTV-യുമായി പങ്കുവച്ചത്. ഞാൻ കാട്ടാക്കട ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് സുകുമാരൻ പണിക്കരാണ്. ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് കാട്ടാക്കടയിൽ സ്വന്തമായി കോടതി സമുച്ചയത്തിന് ഒരു 6 നില കെട്ടിടത്തിൻ്റെ പണി നടന്നു വരികയാണ്. അത് ഏകദേശം പൂർത്തിയാകാറായി. ഇപ്പോൾ 4 നിലയുടെയും പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കോടതി സമുച്ചയം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഒരുപാട് പേരുടെ പ്രയത്നവും സഹായവും ഇതിനകത്ത് ലഭിച്ചിട്ടുണ്ട്. MLA-മാരുടെ, മുൻ ഭാരവാഹികളുടെ, മാധ്യമപ്രവർത്തകരുടെ ഒക്കെ ധാരാളം സഹായം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ IB സതീഷ് MLA ആയി വന്നതിന് ശേഷമാണ് കൂടുതൽ സ്പീഡായത്. അദ്ദേഹം ഇതിനു വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. സർക്കാർ നമുക്ക് 20 കോടിയിൽ പരം രൂപ അനുവദിച്ച് തന്നിട്ടുണ്ട്. കൂടാതെ ഇതിന് ആരംഭത്തിൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളതിൽ മുൻ സെക്രട്ടറി ആയിരുന്ന ശ്രീ ഭാനകൃഷ്ണകുമാർ സാർ അദ്ദേഹത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം പൊന്നാട അണിയിച്ച് ആദരിച്ചിട്ടുണ്ട്. പിന്നെ മുൻ MLA-മാർ, IB സതീഷ് MLA-ക്ക് പുറമെ ശ്രീ കാട്ടാക്കട രാമു ധാരാളമായിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ സരിൻ പണിക്കർ എന്ന് പറയുന്ന അഡ്വക്കേറ്റ്, ഹൈക്കോടതി ലോയറാണ്. ഈ കോടതി സമുച്ചയ നിർമ്മാണത്തിന് 2 പ്രാവശ്യം ടെൻഡർ കഴിഞ്ഞു. ആരും അത് ഏറ്റെടുക്കാൻ തയ്യാറാകാതെ വന്നു. അങ്ങനെ വാതിലുകളെല്ലാം അടഞ്ഞു. ആ സമയത്ത് ഈ വിഷയത്തെ ബാർ അസോസിയേഷൻ്റെ പേരിൽ ഹൈക്കോടതിയിൽ ഒരു കേസായിട്ട് ഫയൽ ചെയ്തു. അതിൽ PWD വിഭാഗം ഹാജരായി. ആ കേസിൽ കോടതി സമുച്ചയം പണിയുന്നതിന് PWDക്ക് ഹൈക്കോടതി നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോടതി ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. എന്തായാലും ഒരു ഏപ്രിൽ മാസത്തോടും കൂടെ പണി പൂർത്തിയാകുമെന്നാണ് എൻജിനീയറിംഗ് സെക്ഷൻസ് എന്നെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഓഗസ്റ്റ് വരെയുള്ള സമയം ഇത് പണി പൂർത്തിയാക്കുവാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരു കോടതി പൂർണ്ണമായും പ്രവർത്തിക്കത്തക്ക രീതിയിലുള്ള എല്ലാ പണിയും പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നാൽ അത് മാത്രമായി പ്രവർത്തിക്കുമ്പോൾ മറ്റ് പണി നടക്കുന്നതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുകൊണ്ട് പണി എത്രയും പെട്ടെന്ന് ഏപ്രിലോടും കൂടെ പണി പൂർത്തിയാക്കി പ്രവേശിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അലക്സ് ജേക്കബ്, കാട്ടാക്കട ബാർ അസോസിയേഷൻ സെക്രട്ടറിയാണ്. പുതിയതായി വരുന്ന നമ്മുടെ കാട്ടാക്കട കോടതി സമുച്ചയത്തിൽ ഫാമിലി കോടതി ആരംഭിക്കണം. അതേപോലെ തന്നെ ജില്ലാ കോടതി, മുനിസിപ്പൽ കോടതികൾ എന്നിവ ആരംഭിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഗവൺമെൻറ്റിനും ഹൈക്കോടതിയിലും നിവേദനം നൽകുകയുണ്ടായി. അത് വരുമെന്നാണ് നമ്മുടെ അഭിപ്രായം. എൻ്റെ പേര് മരിയാപുരം P. സതീഷ് കുമാർ എന്നാണ്. ഞാൻ നെയ്യാറ്റിൻകര താലൂക്കിലാണ് താമസിക്കുന്നതെങ്കിലും ഒരു 10-30 വർഷമായി കാട്ടാക്കട കേന്ദ്രീകരിച്ചാണ് വക്കീൽ പ്രൊഫഷൻ നടത്തുന്നതും കാട്ടാക്കട താലൂക്കിലാണ് ഞാൻ താമസിച്ചു വരുന്നത്. ഞാൻ ഈ കാട്ടാക്കട ബാർ അസോസിയേഷൻ്റെ ട്രഷററായിട്ടാണ് ജോലി നോക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിച്ച് കാട്ടാക്കട ആണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും കാട്ടാക്കട താലൂക്കിൽ ഉൾപ്പെട്ട സിവിൽ, ക്രിമിനൽ അങ്ങനെ എല്ലാ മേഖലയിൽപ്പെട്ട കേസുകളും ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കാട്ടാക്കട മാത്രം കേന്ദ്രീകരിച്ച് നിർത്തുവാനായിട്ട് സാധിക്കുന്നില്ല. അത് നെയ്യാറ്റിൻകര കോടതിയെയും തിരുവനന്തപുരം ജില്ലാ കോടതിയെയും നെടുമങ്ങാട് കോടതിയെയും ഒക്കെ സമീപിക്കേണ്ടതായിട്ട് വരുന്നു. കാരണം നിലവിൽ കാട്ടാക്കട ഒരു മജിസ്ട്രേറ്റ് കോടതി മാത്രമേ ഉള്ളൂ. പക്ഷേ കാട്ടാക്കട മേഖല താലൂക്ക് കേന്ദ്രീകരിച്ച് നിരവധി സിവിൽ കേസുകളും സെക്ഷൻസ് കേസുകളും മറ്റ് പോസ്കോ പോലുള്ള കേസുകളും MA സിറ്റിയിൽ ഉൾപ്പെട്ട് വരുന്ന ആക്സിഡൻ്റ് കേസുകളും ഒക്കെ നിറയെ ഉള്ള ഒരു മേഖലയാണ് കാട്ടാക്കട താലൂക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഈ കോടതികളിലെല്ലാം ഈ മജിസ്ട്രേറ്റ് കോടതി ഏറ്റവും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മാത്രമാണ് കാട്ടാക്കട ഉള്ളത്. പക്ഷേ നമുക്ക് മുനിസിപ്പൽ കോടതി ആവശ്യമാണ്. സിവിൽ കേസുകൾ ഫയലിംഗ് ചാർജോടുകൂടി മുനിസിപ്പൽ കോടതികൾ ആവശ്യമാണ്. അതുപോലെ ജില്ലാ കോടതിയുടെ ഒരു അഡീഷണൽ ജില്ലാ സെഷൻസ് കോർട്ടെങ്കിലും ഇവിടെ കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ ഇവിടുത്തെ അഡ്വക്കേറ്റ്സിന്
മറ്റ് താലൂക്കുകളിലേക്കും ജില്ലകളിലേക്കും ചെന്ന് കേസ് നടത്തേണ്ട കാര്യമില്ല. ആ കേസുകളെല്ലാം നമുക്ക് ഇവിടെ തന്നെ കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കും എന്നതാണ് എൻ്റെ കണക്കൂട്ടൽ. എന്തായിരുന്നാലും ഇപ്പോഴത്തെ ഭരണം ത്തിലിരിക്കുന്ന നമ്മുടെ IV സതീഷ് MLA ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുന്നതിലൂടെ നമ്മുടെ കാട്ടാക്കട തന്നെ 6 നിലയിലുള്ള ബഹുനില കോടതി സമുച്ചയം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ മാറ്റണം എന്നാണ് ഞങ്ങൾ കാട്ടാക്കട ബാർ അസോസിയേഷൻ ആഗ്രഹിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് നടപ്പിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു.